അമേരിക്കൻ സ്വപ്നങ്ങളുമായി അമേരിക്കയിൽ ജീവിക്കുന്ന ലക്ഷക്കണക്കിന് പ്രവാസികൾക്ക്, പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്ക് വലിയ ആശങ്ക നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വിദ്യാർത്ഥികളായോ IT പ്രൊഫഷണലുകളായോ അമേരിക്കയിലെത്തി അവിടെ സ്ഥിരതാമസത്തിനായി ഗ്രീൻ കാർഡിന് അപേക്ഷിക്കാൻ കാത്തിരിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ വാർത്ത നിങ്ങൾക്കുള്ളതാണ്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് ഗ്രീൻ കാർഡ് അപേക്ഷാ നടപടികളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഒരുങ്ങുകയാണ്. ഇതിന്റെ ഭാഗമായി ആദ്യം അവർ ഒരു മെമ്മോ പോളിസി പുറത്തിറക്കി. അതുപോലെ ഗ്രീൻ കാർഡ് അപേക്ഷകർ സർക്കാരിന് $1,00,000 ബോണ്ട് നൽകുന്ന പുതിയൊരു സംവിധാനം കൂടി അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നതായും റിപ്പോർട്ടുകളുണ്ട്. നിലവിൽ അമേരിക്കയിൽ കഴിയുന്നവർ ഗ്രീൻ കാർഡ് ലഭിക്കുന്നതിനായി തങ്ങളുടെ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങേണ്ടി വരുമെന്നതാണ് ഇതിലെ ഒരു വെല്ലുവിളി. അതുപോലെ മറ്റൊരു വെല്ലുവിളി $1,00,000 ബോണ്ട് നൽകുന്ന പുതിയ സംവിധാനമാണ്. ഇത് US-ൽ വലിയ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇതിനെതിരെ US-ലെ ഡെമോക്രാറ്റിക് അംഗങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട്. എന്താണ് പുതിയ ബോണ്ട് സംവിധാനം? എന്താണ് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് സ്റ്റേറ്റസ്? എന്താണ് കോൺസുലാർ പ്രോസസ്സിംഗ്? അമേരിക്കൻ കോൺഗ്രസിലെ ഡെമോക്രാറ്റിക് പ്രതിനിധികൾ ഇതിനെതിരെ രംഗത്ത് വരാൻ കാരണം എന്താണ്? ഇത് ഇന്ത്യക്കാരെ എങ്ങനെ ബാധിക്കുമെന്നാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത്. ആദ്യം തന്നെ എന്താണ് പുതിയ ബോണ്ട് സംവിധാനം എന്ന് ഒന്ന് നോക്കാം. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ചർച്ചകളിൽ ഇപ്പോഴുള്ള ഈ നിർദ്ദേശം അനുസരിച്ച് വിദേശത്തുള്ള US എംബസികൾ വഴിയോ കോൺസുലേറ്റുകൾ വഴിയോ ഗ്രീൻ കാർഡിന് അപേക്ഷിക്കുന്നവർ US-ലേക്ക് മാറുന്നതിന് മുൻപ് $1,00,000 ബോണ്ടായി നിക്ഷേപിക്കേണ്ടി വരും. അപേക്ഷകരുടെ വ്യക്തിഗത സാഹചര്യങ്ങൾക്കനുസരിച്ച് ബോണ്ട് തുകയിൽ മാറ്റമുണ്ടാകാമെങ്കിലും തുക $1,00,000 വരെയാകാനാണ് സാധ്യതയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പ്രശസ്ത മാധ്യമമായ ദ വാൾ സ്ട്രീറ്റ് ജേർണൽ ആണ് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഈ നിർദ്ദേശത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. നിയമപരമായ കുടിയേറ്റം കൂടുതൽ കർശനമാക്കുന്നതിന്റെയും രാജ്യത്തേക്ക് വരുന്ന പുതിയ കുടിയേറ്റക്കാർ സാമ്പത്തികമായി സ്വയം പര്യാപ്തരാണെന്ന് ഉറപ്പുവരുത്തുന്നതിന്റെയും ഭാഗമായാണ് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇത്തരമൊരു നിർദ്ദേശം കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ബോണ്ട് തുക അപേക്ഷകർക്ക് ഉടൻ തിരിച്ചു കിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അവർ US പൗരത്വം നേടിക്കഴിഞ്ഞാൽ മാത്രമേ ഈ തുക തിരികെ ലഭിക്കൂ. സാധാരണയായി ഗ്രീൻ കാർഡ് ലഭിച്ച് കുറഞ്ഞത് 5 വർഷമെങ്കിലും കഴിഞ്ഞ് പൗരത്വത്തിന് അപേക്ഷിക്കാൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെ ഈ വൻ തുക ദീർഘകാലത്തേക്ക് US സർക്കാരിന്റെ പക്കൽ കെട്ടിവെക്കേണ്ടി വരും. ഇനി ഗ്രീൻ കാർഡ് മെമ്മോയിൽ വന്ന നിർദ്ദേശവും ഡെമോക്രാറ്റിക് അംഗങ്ങളുടെ പ്രതികരണവും കൂടി നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ ഇതിലെ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് സ്റ്റേറ്റസ് എന്താണെന്നും ഈ മെമ്മോയിലെ നിർദ്ദേശവും നോക്കാം. അമേരിക്കയിലെ 2 പ്രധാനപ്പെട്ട ഇമിഗ്രേഷൻ പ്രക്രിയയെക്കുറിച്ച് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. അതിൽ ആദ്യത്തേതാണ് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് സ്റ്റേറ്റസ് അല്ലെങ്കിൽ AOS. നിയമപരമായി അമേരിക്കയിൽ എത്തിയ ഒരാൾക്ക്, അതായത് സ്റ്റുഡന്റ് വിസയിലോ ജോലി ആവശ്യങ്ങൾക്കായോ അല്ലെങ്കിൽ ടൂറിസ്റ്റ് വിസയിലോ അമേരിക്കയിലെത്തിയ ഒരു വ്യക്തിക്ക് അവിടെ തുടർന്നുകൊണ്ട് തന്നെ സ്ഥിരതാമസത്തിനുള്ള ഗ്രീൻ കാർഡിനായി അപേക്ഷിക്കാൻ സാധിക്കുന്ന ഒരു നിയമപരമായ പ്രക്രിയയാണിത്. ഇതിലൂടെ അപേക്ഷകർക്ക് അമേരിക്ക വിട്ടുപോകാതെ തന്നെ തങ്ങളുടെ വിസ സ്റ്റേറ്റസ് താൽക്കാലികം എന്നതിൽ നിന്നും സ്ഥിരതാമസം എന്നതിലേക്ക് മാറ്റാൻ സാധിക്കും. പതിറ്റാണ്ടുകളായി ഭൂരിഭാഗം പ്രവാസികളും ഗ്രീൻ കാർഡ് സ്വന്തമാക്കാൻ ആശ്രയിക്കുന്ന ഏറ്റവും എളുപ്പമുള്ളതും സുരക്ഷിതവുമായ വഴിയാണിത്. തങ്ങളുടെ ജോലിയിലെയോ കുടുംബജീവിതത്തെയോ അമേരിക്കയിലെ ദൈനംദിന കാര്യങ്ങളെയോ ബാധിക്കാതെ തന്നെ അപേക്ഷകൾ പൂർത്തിയാക്കാം എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി എന്താണ് കോൺസുലാർ പ്രോസസ്സിംഗ് എന്നുകൂടി നോക്കാം. ഇനി രണ്ടാമത്തെ പ്രക്രിയയാണ് കോൺസുലാർ പ്രോസസ്സിംഗ്. ഇവിടെ ഗ്രീൻ കാർഡിന് അപേക്ഷിക്കുന്ന വ്യക്തി അമേരിക്കയ്ക്ക് പുറത്തുള്ള തങ്ങളുടെ മാതൃരാജ്യത്തെ അമേരിക്കൻ എംബസിയിലോ കോൺസുലേറ്റിലോ നേരിട്ട് പോയി ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം. ഉദാഹരണത്തിന് ഒരു ഇന്ത്യക്കാരനാണ് അപേക്ഷിക്കുന്നതെങ്കിൽ അയാൾ അമേരിക്കയിലെ ജോലിയിൽ നിന്നോ പഠനത്തിൽ നിന്നോ അവധിയെടുത്ത് ഇന്ത്യയിലേക്ക് മടങ്ങുകയും അവിടെയുള്ള അമേരിക്കൻ എംബസി വഴി ഗ്രീൻ കാർഡ് വിസ നടപടികൾ പൂർത്തിയാക്കുകയും വേണം. ഈ പ്രക്രിയയ്ക്ക് വലിയ കാലതാമസം നേരിടാം. മാത്രമല്ല യാത്രാ ചെലവുകളും വളരെ കൂടുതലാണ്. അതിലുപരി ഏതെങ്കിലും കാരണവശാൽ എംബസി ഉദ്യോഗസ്ഥർ വിസ നിഷേധിച്ചാൽ ആ വ്യക്തിക്ക് പിന്നീട് പഴയ വിസയിൽ അമേരിക്കയിലേക്ക് മടങ്ങി വരാൻ സാധിച്ചെന്ന് വരില്ല. ഇതിന് വലിയ തടസ്സങ്ങളും ഉണ്ട്. എന്നാൽ ഇപ്പോൾ USCIS പുറത്തിറക്കിയ ഒരു പോളിസി മെമ്മോ പ്രകാരം അഡ്ജസ്റ്റ്മെന്റ് ഓഫ് സ്റ്റേറ്റസ് എന്നത് എല്ലാവർക്കും അവകാശപ്പെട്ട ഒന്നല്ല, മറിച്ച് അതൊരു അസാധാരണമായ ആനുകൂല്യം മാത്രമായി കണക്കാക്കാനാണ് ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. അതായത് അമേരിക്കയിൽ താൽക്കാലിക വിസകളിൽ എത്തുന്നവർ തങ്ങളുടെ വിസയുടെ കാലാവധി കഴിയുമ്പോൾ അമേരിക്ക വിട്ട് തിരികെ പോകണമെന്നാണ് അധികാരികളുടെ നിലപാട്. അമേരിക്കയിൽ തുടർന്നുകൊണ്ട് ഗ്രീൻ കാർഡിനായി അപേക്ഷിക്കുന്നതിനെ പുതിയ നയം പ്രോത്സാഹിപ്പിക്കുന്നില്ല. പകരം ഓരോ അപേക്ഷകരും അവരുടെ നാട്ടിലേക്ക് മടങ്ങി കോൺസുലാർ പ്രോസസ്സിംഗ് വഴി മാത്രമേ ഗ്രീൻ കാർഡിന് അപേക്ഷിക്കാൻ സാധിക്കൂ.
ഇത്രയും കർശനമായ ഒരു നിയമത്തിനെതിരെ ഇപ്പോൾ അമേരിക്കൻ കോൺഗ്രസിലെ ഡെമോക്രാറ്റിക് അംഗങ്ങൾ ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട്. USCIS ഡയറക്ടറായ ജോസഫ് എഡ്ലോയ്ക്ക് ഡെമോക്രാറ്റിക് പ്രതിനിധികൾ അയച്ച കത്തിൽ പുതിയ നയം ഉടൻ പിൻവലിക്കണമെന്ന് അവർ കർശനമായി ആവശ്യപ്പെടുന്നു. നിയമനിർമ്മാതാക്കളുടെ വാദപ്രകാരം കോൺസുലാർ പ്രോസസ്സിംഗിന് നിയമപരമായി ഒരു മുൻഗണനയും നിലവിലില്ല. അമേരിക്കയിൽ യോഗ്യതയുള്ളവർക്ക് അവിടെ തുടർന്നുകൊണ്ട് തന്നെ സ്റ്റേറ്റസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള അവസരം നൽകണമെന്നാണ് അമേരിക്കൻ കോൺഗ്രസ് എക്കാലവും ലക്ഷ്യമിടുന്നത്. ഒരു വ്യക്തി അഡ്ജസ്റ്റ്മെന്റ് ഓഫ് സ്റ്റേറ്റസിന് യോഗ്യനാണെങ്കിൽ അയാൾക്ക് അതിനുള്ള അവസരം നിഷേധിക്കുന്നത് നിയമവിരുദ്ധമാണെന്നും കോൺഗ്രസിന്റെ മുൻകാല തീരുമാനങ്ങളെ അട്ടിമറിക്കുന്നതാണെന്നും ഡെമോക്രാറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നു. നിയമപ്രകാരം ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് മാത്രമാണ് സ്റ്റേറ്റസ് മാറുന്നതിൽ വിലക്കുള്ളത്. എന്നാൽ പുതിയ മെമ്മോ യോഗ്യരായ എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുന്ന ഒന്നാണെന്നാണ് കത്തിൽ പറയുന്നത്. ഈ രണ്ട് നിയമവും ഇന്ത്യക്കാരെ എങ്ങനെ ബാധിക്കുമെന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പുതിയ മെമ്മോയിലെ ഏറ്റവും അപകടകരമായ ഭാഗം ഡ്യുവൽ ഇന്ത്യൻ വിസകളുമായി ബന്ധപ്പെട്ടതാണ്. ലക്ഷക്കണക്കിന് ഇന്ത്യൻ IT പ്രൊഫഷണലുകൾ ഉപയോഗിക്കുന്ന H1B പോലെയുള്ള വിസകൾ ഡ്യുവൽ ഇന്ത്യൻ വിസകളാണ്. അതായത് ഈ വിസയിൽ വരുന്നവർക്ക് താൽക്കാലികമായി ജോലി ചെയ്യാനും എന്നാൽ പിന്നീട് വേണമെങ്കിൽ സ്ഥിരതാമസത്തിനായി ഗ്രീൻ കാർഡിന് അപേക്ഷിക്കാനുമുള്ള ഇരട്ട ലക്ഷ്യങ്ങൾ നിയമപരമായി അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പുതിയ മെമ്മോ ഇതിനെതിരെ മുഖം തിരിക്കുകയാണ്. ഒരു അപേക്ഷകൻ നിയമപരമായി ഡ്യുവൽ ഇന്ത്യൻ വിസകളിൽ അമേരിക്കയിൽ തുടരുന്നുണ്ട് എന്നതുകൊണ്ട് മാത്രം അദ്ദേഹത്തിന് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് സ്റ്റേറ്റസ് എന്ന ആനുകൂല്യം ലഭിക്കണമെന്നില്ല. ഇതാണ് മെമ്മോയിൽ എടുത്തു പറയുന്നത്. ഇത് അങ്ങേയറ്റം ആശങ്കാജനകമാണെന്നാണ് കത്തിൽ അവർ പറയുന്നത്. ഈ നിയമം കർശനമായി നടപ്പിലാക്കിയാൽ H1B വിസയിൽ വർഷങ്ങളായി അമേരിക്കയിൽ ജീവിക്കുന്ന ആയിരക്കണക്കിന് ഇന്ത്യക്കാർക്ക് ഗ്രീൻ കാർഡ് ലഭിക്കാൻ സ്വന്തം നാട്ടിലേക്ക് മടങ്ങേണ്ട ഗതികേട് ഉണ്ടാകും. ഇതിനെക്കുറിച്ച് കൃത്യമായ വിശദീകരണം നൽകണമെന്നും ഡ്യുവൽ ഇന്ത്യൻ ഉള്ളവരുടെ കാര്യത്തിൽ ഈ നിയമം എങ്ങനെ നടപ്പാക്കുമെന്നും ഡെമോക്രാറ്റുകൾ തങ്ങളുടെ കത്തിൽ ചോദിച്ചിട്ടുണ്ട്. വളരെ നിർണായകമായ 9 ചോദ്യങ്ങളാണ് അവർ USCISന് മുൻപിൽ വെച്ചിരിക്കുന്നത്. അതുപോലെ ഈ $1,00,000 ബോണ്ടും ഇന്ത്യക്കാർക്ക് തിരിച്ചടിയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. നിലവിൽ തൊഴിലധിഷ്ഠിത ഗ്രീൻ കാർഡുകൾക്കായി ഏറ്റവും കൂടുതൽ ആളുകൾ കാത്തു നിൽക്കുന്നത് ഇന്ത്യയിൽ നിന്നാണ്. പ്രതിവർഷം ഓരോ രാജ്യത്തിനും നിശ്ചയിച്ചിട്ടുള്ള പരിധികൾ കാരണം പതിറ്റാണ്ടുകളോളമാണ് ഇന്ത്യക്കാർ ഗ്രീൻ കാർഡിനായി കാത്തിരിക്കുന്നത്. അതുപോലെ US-ൽ താൽക്കാലിക വിസകളിൽ, ഉദാഹരണത്തിന് H1B വിസകളിൽ കഴിയുന്നവർ ഗ്രീൻ കാർഡ് പ്രോസസ്സിംഗിന്റെ അവസാന ഘട്ടങ്ങൾ പൂർത്തിയാക്കാൻ സ്വന്തം രാജ്യങ്ങളിലേക്ക് മടങ്ങണമെന്നത് അടുത്തിടെ ട്രംപ് ഭരണകൂടം നിർദ്ദേശിച്ചിരുന്നു. അതുപോലെ US-ൽ താൽക്കാലിക വിസകളിൽ കഴിയുന്നവർക്കും ഇത് തിരിച്ചടിയാണെന്ന് തന്നെ പറയാം. കാരണം ട്രംപ് ഭരണകൂടം ഇനി ഗ്രീൻ കാർഡ് പ്രോസസ്സിംഗിൽ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് സ്റ്റേറ്റസ് മാറ്റണമെങ്കിൽ സ്വന്തം രാജ്യങ്ങളിലേക്ക് മടങ്ങണമെന്നും നിർദ്ദേശിക്കുന്നുണ്ട്. ഇത്തരം സാഹചര്യത്തിൽ ഇന്ത്യയിൽ വന്ന് അപേക്ഷ പൂർത്തിയാക്കേണ്ടി വരുന്നവർക്ക് ഈ വലിയ ബോണ്ട് തുക വൻ സാമ്പത്തിക ബാധ്യതയായി മാറുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്.